കരിപ്പട്ടി കാപ്പി ചൂടാക്കി കേറി. എനിക്ക് ഇച്ചിരി കറുപ്പ് തിന്നാൻ. ആ പള്ളിമുറ്റം എനിക്കൊന്ന് പോയതേ ഉള്ളൂ. അപ്പോഴത്തേനും കറുപ്പ് തിന്നാണ്ട് നേരാന്നായി. വല്ലോരും വാങ്ങിച്ചു തന്ന കറുപ്പിന്റെ കാര്യം പറയാ. നീ ആരാടി? വല്ലാരും വാങ്ങിച്ചെന്നെങ്കിലേ ഒറ്റയ്ക്കിരുന്ന് തിന്നോ. എടി മേരിയെ ഇച്ചിരി കരിപ്പട്ടി കാപ്പി തിളപ്പിച്ചോളൂ. എടി നിന്നോടാണ് പറഞ്ഞത് ഇച്ചിരി കാപ്പി തിളപ്പിച്ചു കൊടുക്കാനേ. എനിക്കിപ്പോ മനസ്സില്ല. നിങ്ങൾ ആരെങ്കിലും തിളപ്പിച്ചു കൊടുക്കും. ആഹാ അത് കൊള്ളാല്ല. നിനക്ക് മനസ്സുണ്ടാവുമെന്ന് എനിക്കൊന്നും അറിയണമല്ല. ചേച്ചി 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 ദേ അമ്മച്ചി വാടി തരയുന്നു. ഈ വാടി തനിക്ക് വട്ടം കറങ്ങിയ വാടി കിട്ടുവോടി? ദേ ഇതല്ലേടി വാടി. നിന്നെ പറ്റ ഞാനാണെങ്കിലേ നിന്നെ അനുസരിപ്പിക്കാൻ എനിക്ക് കഴിവരും. അയ്യോ വേണ്ട അമ്മച്ചി. അങ്ങനെ അറിഞ്ഞില്ലടി. വേണ്ട അമ്മച്ചി. എടി എണ്ണീരടി പോയി കാപ്പി തിളപ്പിക്കരുത്. അമ്മണി കൊച്ചേ പാറി കൊടുത്ത് കിട്ടടി രണ്ടെണ്ണം. ആഹാ നീ വേണ്ട അമ്മച്ചി. നിനക്ക് പറഞ്ഞ ഇതെന്താ? അവള് നേരം വെളുത്തപ്പോ തൊട്ട് ഇടമ്പരിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവളെ ഞാൻ പള്ളി വിട്ടില്ല പോലും. എന്താ ഞാൻ ക്രിസ്ത്യാനിയല്ലേ? എന്നെ പള്ളി വിടാണ്ടിരിക്കാൻ എന്താണ് കാര്യം? അമ്മണി മറ്റും പോയപ്പോ നിന്നോട് കൂടെ പോയി ഞാൻ പറഞ്ഞില്ലടി. പോകാതില്ലേച്ച് എന്റെ വഴി കയറുന്ന എന്നതിനാ. പോവാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ ജോലി തീർന്നു. എനിക്ക് ഉടുത്തോണ്ട് പോവാൻ എന്തെങ്കിലും ഉണ്ടോ? ചുമട്ടുകാരി പെണ്ണുങ്ങൾ വരെ സാരിയും ചുറ്റിക്കൊണ്ടാ പള്ളി പോകുന്നത്. ഇത് വല്ലതും നിങ്ങൾക്ക് അറിയാവോ? എന്നാ ഇനി സാരിയും പുത്തനും ഒക്കെ മേടിച്ചിട്ട് നീ പള്ളി പോയേച്ചാ മതി. അതുവരെയ്ക്കും അവിടെങ്ങാനും അടങ്ങിക്കട. കയ്യിൽ കാശില്ലാഞ്ഞിട്ടാണ് ഇതൊക്കെ മേടിക്കാത്തത്. അല്ലാതെ മനസ്സില്ലാഞ്ഞിട്ടാണ്. പെണ്ണിന്റെ ഒരു പറച്ചില് കേട്ടില്ലേ? അപ്പളേ നിങ്ങൾ അമ്മയും മോളും കൂടി വേഷമൊക്കെ കെട്ടണത് എന്നാതിനാണെന്ന് എനിക്ക് മനസ്സിലായടി. എനിക്കും ഇനി കരിപ്പോട്ടി കാപ്പി തിളപ്പിച്ച് തരാണ്ടിരിക്കാനുള്ള വേലയല്ലോടി. അതിനിടയ്ക്ക് ഇവിടെ വെള്ളത്തിൽ വെള്ളം ഇറക്കാഞ്ഞിട്ടാണ്. എടി അമ്മണിയെ നീ കാപ്പി തിളപ്പിച്ചു കൊടുക്കും. മൂത്തവളോട് നീ തോറ്റാടി. എന്നാൽ അത് വരുന്തുകാലേ പൊയ്ക്കോളും. ഇങ്ങനത്തെ വർത്താനം പറയണതിന് വെള്ളം കൊടുക്കണോന്നാണ് ഞാൻ ചോദിക്കണത്. എടി അമ്മണിയെ കാപ്പി തിളപ്പിക്കണ്ട. നാക്കടിയല്ല വർത്താനം പറയത്തുള്ളൂ. ഉടങ്ങാനും ചുണ്ടുകൂടി കിടക്കട്ടെ. എന്താണ് കറിയ? ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കായിരുന്നു. എന്റെ റോസിനെയും ഇതിട്ട് നടക്കുന്ന കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. അതെന്നാലാണോടാ മോനെ? 2 സിൽക്ക് സാരിയും ജമ്പറും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്നത്തിനാണ് എന്റെ കൈ തരണത്? ഞാനിത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? മേരിക്കുട്ടി കൊടുത്തേക്കും. സാരിയുടെ കൂടെ കൊടുക്കാനുള്ള 2 പാവാടയുണ്ട്. യോ അമ്മച്ചി നല്ല സാരി. മതിയടി. പല്ലവയുടെ മുതല് കണ്ടപ്പോ പെണ്ണിന്റെ ഒരു തുള്ളല്. ഇത് കൂടി പെട്ടി വെച്ചേക്കും. കർത്താവേ ഇത് പൊന്നാണല്ല. ഇത് എന്റെ മരിച്ചുപോയ ഭാര്യയുടെ. അങ്ങനെയാണെങ്കിൽ ഇത് കറിയായുടെ വീട്ടിലിരിക്കില്ലേ? വിശ്വസിച്ച് അവിടെ എങ്ങനെ വച്ചിട്ട് പോകും? പോകുന്നിടത്തൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുമോ? പിള്ളേരുടെ അപ്പച്ചനോടൊന്നും ചോദിക്കാതെ. തോമാച്ചനോട് ഞാൻ പറഞ്ഞോളാം. ശരി, കറിയായിക്ക് നിർബന്ധമാണെങ്കിൽ. അപ്പോഴേ തോമ ഈ മീനിന്റെ വില പറ. ഓ എന്നാ വില മുതലാളി? മുതലാളിക്ക് 2 മീൻ തരുന്നതിന് കൊച്ച മീൻ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോയാട്ടെ. എന്നാ തോമയുടെ ഇഷ്ടം പോലെ. നീ ഇത് എടുത്തോണ്ട് പോയി വല്ല വറുക്കുകയോ ഒരിക്കോ ഒക്കെ ചെയ്. വല്ലതും ഒക്കെ ചെയ്. പോ. അപ്പോഴേ തോമ പുറമ്പോക്കിലെ താമസമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ നടക്കണു മുതലാളി. തോമയ്ക്ക് മുതലാളിയോട് ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്തോന്നാ? തോമയുടെ മോക്ക് ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. കൊള്ളാം, നടക്കട്ടെ. ഒരു 500 രൂപ സ്ത്രീധനം വേണമെന്നാ അവര് പറയണേ. മുതലാളി ഒരു 500 രൂപ തന്ന് സഹായിക്കണം. ഇവിടുത്തെ കൂലിപ്പണി തന്ന് അത് വീട്ടാ, അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതാൻ. നോട്ടും പത്രം ഒന്നും വേണ്ട തോമ. തോമ കല്യാണം ഉറപ്പിച്ചോ? പണം എപ്പോഴാണോ ആവശ്യം അപ്പൊ എന്നെ ഒന്ന് കണ്ടാൽ ഈ ഉപകാരം തോമ മറക്കത്തില്ലേ? ഇതിലൊക്കെ എന്തോന്നിരിക്കുന്നു തോമ. തോമ പൊയ്ക്കോ. പണം ആവശ്യമുള്ളപ്പോ ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. അറിയേ എന്റെ കർത്താവേ, ഇതാരാണ്? തോമാച്ചനാ? കുറച്ച് മീന്. മീനാ? ഇതെവിടെയാണ്? ഞാൻ വീശാൻ പോകും. ഒത്തിരി മീൻ കിട്ടി. ഒരു വിധം നിനക്ക് തരാന്ന് വിചാരിച്ചു.
വരട്ടെ. തോമാച്ചന് അങ്ങോട്ട് പോവാണോ? നീ പോണം. ഇങ്ങോട്ട് വാ തോമാച്ച. ഞാൻ കുളിച്ചു വന്നില്ല, രാവിലെ ഇറങ്ങിയതാ. ഇങ്ങോട്ട് വന്നിട്ട് പോ തോമാച്ച. തിടുക്കമുണ്ടെന്നേ. ഇങ്ങോട്ട് വന്നിട്ട് പോവാനേ. വാ തോമാച്ച. നിർബന്ധം. തോമാച്ചന്റെ ഇങ്ങോട്ടേക്ക് ഞാൻ ഇപ്പൊ വന്നേക്കാം. ഞാൻ ഇച്ചിരി മീൻ കൊണ്ട് തന്നതിന് ഇതൊക്കെ എന്തിനാണെന്നറിയേ? മീനിന്റെ കാര്യം പോകട്ടെ, 100-300 രൂപ വിലയുള്ള എന്റെ കണ്ണമ്മേനെ രക്ഷിച്ച തോമാച്ചനെ ഞാൻ എന്നാ തന്നാ മതിയാകും. തോമാച്ചനെ ഒന്ന് സൽക്കരിക്കാൻ വേണ്ടി ഞാൻ അന്ന് മുതൽ കാത്തുവെച്ചോണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ട് ഇരിയല്ലേ, ഇതൊന്ന് കുടിച്ചേ. എന്നിട്ട് ഈ അപ്പം കോഴിയിറച്ചിയും കൂടെ ഒന്ന് തിന്നേ കാണട്ട്. ഇന്ന് വൈകുന്നേരം ചുട്ട അപ്പമാണ്, ചൂട് മാറി കാണുകയില്ല. തിന്നണേനെ കൊണ്ടൊന്നുമില്ല, പക്ഷേങ്കില് ഈ ചാരായം കുടിച്ചെന്ന് തറതി അറിഞ്ഞാ. ഓ, ഇത്തിരി ചാരായം കുടിച്ചെന്ന് വെച്ച് തറതി എടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കാൻ വരികയില്ല. ദേ ഇതങ്ങാണ്ട് കുടിച്ചേ. നല്ല ഒന്നാം തരം നാടൻ സാധനമാ തോമാച്ച, മരുന്നിട്ട് മാറ്റിയതാ, നീർക്കെട്ടിനൊക്കെ ഫസ്റ്റാ. അങ്ങോട്ട് കുടിക്കേ. ആ ആണുങ്ങളായ ഇത്തിരി കള്ളും ചാരായം ഒക്കെ കുടിച്ചെന്നിരിക്കും, അതിനൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയ എങ്ങനെയാണ്? പക്ഷെ തറതിയുടെ പോക്കൊന്ന് വേറെ. അവൾക്ക് എന്ത് കണ്ടാലും കരിയ. അത് ശരീരപ്രകൃതത്തിന്റേതായിരിക്കും. അതല്ല മറിയേ, അവൾക്ക് ഒന്നിനും മേല വലിവല്ലേ അവൾക്ക്. അയ്യോ പാവം. എന്നാ ഇതും കൂടെ അങ്ങോട്ട് കുടിച്ചിട്ട് ആ ഇറച്ചി അങ്ങോട്ട് വാരത്തില്ല. ഇവ സാധനം ഭഷ്ടാ മറിയേ. എന്താണ് കൊണ്ടാ? കൊള്ളുന്നുണ്ട്. അല്ല ഇതും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ. ഇപ്പ എങ്ങനെ ഇരിക്കണ്? നല്ല സുഖം, കറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ, നീർക്കെട്ടിന് ഒന്നാം തരവാ. എടി മറിയേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ അടുത്തോട്ട് വാ. എന്നതാണ് തോമാച്ച? നിന്റെ മേത്ത് എന്നതാടി മണക്കുന്ന? ഞാനിന്ന് വൈകുന്നേരത്താണ് കുഴമ്പ് പുരട്ടി കുളിച്ചത്, അതിന്റേതായിരിക്കും. ആ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നാ മതിയാ? പിന്നെ എന്നാ വേണം? കുറച്ചും കൂടെ ഒഴിയല്ലേ? വേണ്ട, ഇത് തന്നെ കൂടുതലാ. അല്ലെങ്കിലും വീട്ടിൽ പോകണ്ടേ? ഓ അത് സാരമില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ എന്താണ്? വീട്ടിൽ പോകാണ്ട് അപ്പോ ഞാനും ഒരു മനുഷ്യത്തി അല്ലേ തോമാച്ച? തോമാച്ചൻ പിന്നെ ഇത്ര പേടിക്കണത് എന്നാത്തിനാണ്? എനിക്ക് മര്യാദ പേടിയില്ല. തറതി എങ്ങാനോ ഇത് അറിഞ്ഞാ? അതെങ്ങനെ അറിയാനാണെന്നേ? തോമാച്ചൻ പറയാതിരുന്നാ മതി, ഞാൻ ഒട്ടും പറയുകയില്ല. എന്നാ പിന്നെ എന്നാ ഇതുകൂടെ അങ്ങോട്ട് കുടിയല്ലേ? നീ കൂടെ കൂടി, അല്ലാണ്ട് ഒരു രസവുമില്ല. തോമാച്ചൻ പകുതി കുടിച്ചിട്ട് ഇങ്ങോട്ടതാ. എടാ കുരുത്തം കേട്ടവനെ, പോയി കിടന്ന് ഉറങ്ങാം. ചെല്ലു മറിയേ, ആ കൊച്ചിനൊന്ന് ഉറക്കി കിടന്നു. തോമാച്ചനോട്ട് ഇരിക്കുന്നേ, പോയി കിടന്ന് ഉറങ്ങടാ കറക്കത്ത് കേട്ടവനെ. അവനെ വഴക്ക് പറയാതെ മറിയേ, പാവം കൊച്ച്. അല്ലേ തോമാച്ചൻ പോവുകയാണോ? നീ കൊച്ചിനെ ഉറക്കി കിടത്ത്, എന്നെ കാത്ത അമ്മണി ഉറങ്ങാതിരിക്കും. ഞാൻ പോട്ടെ. ഉറങ്ങാൻ തന്നെ ഒരു നേരം. അപ്പൊ കാച്ചനുള്ള കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ വിചാരിച്ചേക്കണേ? എന്നൊന്നുമില്ല, കർത്താവ് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ നടക്കും. ഇല്ലാണ്ട് മനുഷ്യരാശിക്കണത് വല്ല നടക്കാൻ പോണുണ്ട. ആണുങ്ങളില്ലാത്ത പ്രതികരിക്കുന്നത് അപ്പുറത്തെ കറിയാച്ചേട്ടനാണ് അപ്പച്ച. കറിയാച്ചേട്ടനാണ് അപ്പച്ച.
നമ്മുടെ ലൂക്കാലിയാ ഇത് എന്താണ് കറിയ ഈ നേരം ഇങ്ങോട്ട്? ദേ വിവരക്കേട് പറയണത് കേട്ടില്ലേ? ഉണ്ണാൻ വിളിച്ചു വരുത്തേച്ചും ചോദിക്കുന്ന വർത്താനം കേട്ടില്ലേ? ആ ഞാൻ അതങ്ങ് മറന്നുപോയി. നീ ക്ഷമിച്ചേരാ കറിയ. എടാ ലൂക്കാലി, നീ അങ്ങ് ക്ഷമിച്ചേരാ. അങ്ങനെ മേരി വീണ്ടും വന്നു. ഞാൻ ഈ തൊട്ടിയെടുക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞത് മേരി വെള്ളം കോരാൻ വന്ന കാര്യമാണ്. മേരി വന്നതല്ല, ഞാൻ വരുത്തിയതാണ്. മേരി, അയ്യോ, ഇവിടെ ആരെങ്കിലും വെള്ളം കോരാൻ വരും. അതുകൊണ്ടെന്താ നമുക്കിവിടെ നിന്ന് സംസാരിച്ചുകൂടെ? മേരിയെ കാത്ത് കാത്ത് എത്ര ദിവസം ഞാനവിടെ നിന്നറിയാമോ? ഒരു ദിവസം പോലും ഒന്നു വരാൻ തോന്നിയില്ലല്ലോ. അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറഞ്ഞിട്ടാ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു പാമ്പിനെ തല്ലിക്കൊന്ന് ആ കിണറ്റിൽ കൊണ്ടുവന്നിട്ടത്. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും കഴിഞ്ഞുകൂടുവാൻ എന്നെ കൊണ്ടാവില്ല. മേരി, നീ എന്റേതാണ്. നീ എന്റേത് മാത്രമാണ്.